ഹായ് ഗായ്സ്, എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണുന്നത് നാന കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നാന കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഒരാൾ വന്ന് ഹഗ് ചെയ്യും. അത് ടിറ്റോ ആയിരിക്കും. ടിറ്റോയും നാനയും ഇപ്പോൾ ഒരു ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അവർ രണ്ടുപേരും ഇപ്പോൾ ലിവിങ് ടുഗദറാണ്. നാന അപ്പോൾ നീ അവിടെ പോയിരിക്കും, ഞാൻ ഇപ്പോൾ ഫുഡ് കൊണ്ടുവന്ന് തരാമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യും. ഇപ്പോൾ അവൻ പണ്ടത്തെ പോലെ ഒന്നുമല്ല, നല്ല റൊമാൻറ്റിക് ആയിട്ടുണ്ടാവും. അവളപ്പോൾ എന്നെ ഇപ്പോൾ ഡിസ്റ്റർബ് ചെയ്യാതെ ഫുഡൊക്കെ കരിഞ്ഞു പോകും, ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവരാമെന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും അങ്ങനെ ടേബിളിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേക്കും നാനയ്ക്ക് ജോലിക്ക് പോകേണ്ട സമയമുണ്ടാവും. നാന വേഗം ഞാൻ എന്നാൽ പോട്ടെ, എനിക്ക് സമയമായെന്ന് പറഞ്ഞ് പോകാൻ നോക്കുമ്പോഴേക്കും ടിറ്റോ അവളെ കൈ പിടിച്ച് വേഗം അവളെ മടിയിലെത്തും. എന്നിട്ട് അവളുടെ വായിലൊരു ബണ്ണുണ്ടാവും. ആ ബൺ റൊമാൻറ്റിക്കായിട്ട് അവനും കടിച്ച് തിന്നാൻ തുടങ്ങും. ആ സമയത്ത് തന്നെ പെട്ടെന്ന് ഒരാൾ വരും. അത് വേറെ ആരുമല്ല, ടിൻഡോ ആയിരിക്കും. ടിൻഡോ നിഷിയുടെ കൂടെയാണ് വന്നിട്ടുണ്ടാവുക. നാനയും ടിറ്റോയും പെട്ടെന്ന് അവിടെ നിന്ന് മാറും. അപ്പോൾ നാന എന്താ ഈ വേഷത്തിൽ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ രണ്ടുപേരും കൂടി ഓടി വന്നതാണെന്ന് പറയും. എങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ടിൻഡോ അപ്പോൾ എല്ലാം വിശദീകരിച്ച് പറയും. അവളെ പെണ്ണ് കാണാൻ ഒരു പയ്യൻ വന്നിട്ടുണ്ടാവും, പക്ഷേ അവൾ നിഷി വന്നപ്പോൾ അവൻ്റെ കൂടെ അവിടെ നിന്ന് ഓടി വന്നതായിരിക്കും. അത് കേൾക്കുമ്പോൾ നാനയ്ക്ക് ഷോക്കാവും. എന്നിട്ട് ടിൻഡോ നേരെ പോയി ടിറ്റോൻ്റെ അടുത്ത് എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നീ വീട്ടിൽ പോയിട്ട് എൻ്റെ കാര്യം ഒന്ന് പറയാൻ പറ്റുമോ, എൻ്റെ കൂടെ വരുമോ ഞാൻ പോകുമ്പോൾ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ടിറ്റോ പറയാൻ എനിക്കൊന്നും വരാൻ പറ്റില്ല എന്ന്. അപ്പം നിൻ്റെ കാര്യം കൂടി അവിടെ പറയാമല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ തന്നെ ശരിയാക്കിക്കൊണ്ട് നിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ റൂമിലേക്ക് പോവും. പിന്നീട് നാനയും ടിൻഡോയും കൂടി ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ടിൻഡോ നിനക്ക് എൻ്റെ കൂടെ വരാൻ പറ്റുമോ, എന്തായാലും നീ അവിടേക്ക് വരേണ്ടതല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നാനയും അവളുടെ മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കും. അവരുടെ അച്ഛനെ പോയി കണ്ടു കഴിഞ്ഞാൽ വേഗം മാരേജ് നടന്നാലെന്നൊക്കെ അവൾ അങ്ങനെ ആലോചിക്കും. എന്നിട്ട് മാരേജിനെ കുറിച്ചൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ വരാമെന്ന് പറയും. ടിൻഡോ അപ്പോൾ എൻ്റെ അച്ഛനും ടിറ്റോനെ പോലെ തന്നെ സ്വഭാവം എന്നൊക്കെ പറയും. അങ്ങനെ അവർ ടിറ്റോയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തും. അവിടെ എത്തുമ്പോൾ വലിയ വീട് കണ്ട് ഞാൻ അന്തം വിട്ട് നിൽക്കായിരിക്കും. അപ്പോഴാണ് ബാക്കിലൊരു കാറ് വരിക. കാറ് വന്നിട്ട് നേരെ ഇവരുടെ അടുത്ത് നിൽക്കും. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും എന്താ വഴിയിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതെ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടും. അപ്പോൾ നാനയ്ക്ക് മനസ്സിലാവും അത് ടിറ്റോയുടെ അച്ഛനാണെന്ന്. അവളപ്പോൾ ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. ടിറ്റോ ഹോസ്പിറ്റലായിരിക്കും. പുതുതായിട്ട് ഓപ്പറേഷൻ ചെയ്ത കുട്ടിയുടെ ഓപ്പറേഷൻ സക്സസ് ആകാറുണ്ട്. ഒരു പ്രസ് മീറ്റ് ഉണ്ട്, അതിൽ ടിറ്റോയുടെ അടുത്ത് പങ്കെടുക്കണം എന്നൊക്കെ അവിടെയുള്ള എല്ലാവരും പറയായിരിക്കും. അങ്ങനെ ടിറ്റോ അതിനൊക്കെ ഓക്കെ പറയും. ആ സമയത്തും ടിറ്റോ കുറച്ച് ഡിസ്റ്റർബ് ആയിരിക്കും, കാരണം എന്തോ ഒന്ന് നടക്കുന്നുണ്ടെന്ന് അവന് തോന്നുന്നുണ്ടാവും. ടിറ്റോയുടെ വീട്ടിലാണെങ്കിൽ നാനയും ടിൻഡോയും ടിറ്റോയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. അവളപ്പോൾ ഞാൻ നേഴ്സായിട്ട് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യില്ല, നിങ്ങൾ എന്താ ചെയ്യണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ അയാൾ ആ സമയത്തൊന്നും പറയുന്നുണ്ടാവില്ല. അവളങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് നേരെ ടിൻഡോയെ ദേഷ്യപ്പെടാൻ വേണ്ടി തുടങ്ങും. നീ ഇത്ര നാളെ എന്താ ചെയ്തത്, നീ എന്തിനാ കല്യാണത്തിന് ഓടിപ്പോയി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവൾ എനിക്കത് താല്പര്യമില്ല, എനിക്ക് വേറെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറയും. പക്ഷേ അവളുടെ അച്ഛൻ അതൊന്നും കേൾക്കില്ല. ഇത്ര നാളായിട്ട് ഒരു ജോലി പോലും നേരാവണ്ണം ചെയ്യാൻ പറ്റിയിട്ടില്ല. അവൾക്ക് ഫസ്റ്റ് റിലേഷൻഷിപ്പ് പോയ കാരണം കൊണ്ട് അവൾ ഭയങ്കര വീക്കായിട്ട് പിന്നെ കുടിച്ച് നടക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ പറഞ്ഞ അച്ഛൻ നന്നായി കുറ്റപ്പെടുത്തും. അപ്പോൾ വേഗം ഞാൻ പറയാൻ തുടങ്ങും, അങ്ങനെയൊന്നും പറയരുത്, ടിൻഡോയാണ് എൻ്റെ റോൾ മോഡൽ, എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ടിൻഡോയാണ്, നല്ലൊരു ലേഡിയാണ്, എന്തായാലും സക്സസ് ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ടിൻഡോയുടെ അച്ഛൻ മൈൻഡ് പോലും ചെയ്യില്ല. വീണ്ടും ടിൻഡോയെ ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ഞാൻ അവിടെ ടിൻഡോയുടെ അമ്മ ഫുഡ് ഉണ്ടാക്കിയത് കണ്ടിട്ട് ഞാൻ ആദ്യം പോയി ഫുഡ് കഴിക്കട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് വിഷയം മാറ്റാൻ വേണ്ടി പോയി അവൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ അച്ഛന് ദേഷ്യം വരും. ഇത് ഞങ്ങളുടെ ഫാമിലിയുടെ കാര്യം, നീ ആരാ ഇതിലൊക്കെ ഇടപെടാമെന്ന് ഞാൻ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും അവിടേക്ക് ടിറ്റോ വന്നിട്ടുണ്ടാവും. ഇതെൻ്റെ ഗേൾ ഫ്രണ്ടാണെന്ന് അവൻ എല്ലാവരുടെ അടുത്തും പറയും. ടിറ്റോയുടെ അമ്മയ്ക്ക് നല്ല സന്തോഷമാവും. എൻ്റെ ഗേൾ ഫ്രണ്ട് മാത്രമല്ല, ഞാൻ ഇവിടെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കണമെന്നും ടിറ്റോ എല്ലാവരുടെ അടുത്തും പറയും. അത് കേൾക്കുമ്പോൾ നാനയ്ക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾ അവിടെ കിടന്ന് തുള്ളിച്ചാടും. പെട്ടെന്ന് അവൾക്ക് ഓർമ്മ വരും. എന്നിട്ട് അവൾ സോറി, ഞാൻ അറിയാതെ അപ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചെയ്താന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കുകയായിരിക്കും. ചൂടുള്ള ഫുഡ് വായിൽ വെച്ച് അവൾ ഓരോ കോമാളിത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ ടിറ്റോ ശരിക്കുണ്ടാവും. അപ്പോൾ ടിറ്റോയുടെ അച്ഛനും ഹാപ്പിയാവും. അങ്ങനെ അവർ സെറ്റായി. പിന്നീട് ടിൻഡോ ആണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിഷി അവിടേക്ക് വന്നിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് സോറി പറയാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ അതൊന്നും വേണ്ട പറഞ്ഞിട്ട് അവനെയും കൂട്ടി സ്ട്രീറ്റിൽ കൂടെ നടക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, നമുക്ക് ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് പിരിയാം, ഇനി എന്തെങ്കിലും നമ്മൾ സെറ്റായിട്ട് വരികയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാമെന്നും പറയും. എനിക്കിനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് അവൾ അവിടെ നിന്ന് പോവും.
ടിറ്റോയുടെ ഫാമിലിയുടെയാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്യണ ഹോസ്പിറ്റലിൽ. പിന്നീട് കാണിക്കാൻ നാനയാണ്. അവളൊരു പാർക്കിൽ ഊഞ്ഞാലിലാടിയും കൊണ്ട് ഇരിക്കായിരിക്കും. ടിറ്റോയും അടുത്തുണ്ടാവും. അപ്പോൾ ടിറ്റോയുടെ അടുത്ത് എന്നെ കല്യാണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞില്ല, അതൊന്നും കൂടി പറയാൻ പറയും. പക്ഷെ അവൻ അതൊന്നും ഇനി പറയില്ല എന്ന് പറയും. അപ്പോഴേക്കും അവൾ ബാക്കിൽ നിന്ന് വന്ന് അവനെ ഹഗ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഐ ലവ് യു എന്ന് ഒരുപാട് വട്ടം പറയും. ടിറ്റോയും അവളുടെ പൊട്ടത്തരൊക്കെ ആലോചിച്ച് ചിരിക്കുന്നുണ്ടാവും. അവൾക്ക് ഇതൊരുപാട് സന്തോഷമായി എന്ന് അവന് മനസ്സിലാവും. ആ ഫാമിലി ആക്സെപ്റ്റ് ചെയ്തതിന് അവൾ ഗോഡിൻ്റെ അടുത്തൊക്കെ നന്ദി പറയും. ടിറ്റോയും ആളാകെ മാറിയിട്ടുണ്ടാവും. അവനിപ്പോൾ നാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്വീറ്റ്സൊക്കെ മേടിക്കണമൊക്കെ ഉണ്ടാവും. പിന്നീട് കാണിക്കുന്നത് ഓഫീസായിരിക്കും. ഓഫീസിലെ എല്ലാ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അവിടുത്തെ മെയിൽ നേഴ്സ് പറയും, ഇന്ന് ഇവിടെ എൻ്റെ അനിയൻ വരുന്നുണ്ട്, അവനൊരു അഡ്വക്കേറ്റ് ആണെന്നൊക്കെ. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ടാവും. അനിയൻ വന്നിട്ട് പറയും, ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഒരു നേഴ്സിനെ ഫോറിനിലേക്ക് അയക്കാനുള്ള ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഈ ഹോസ്പിറ്റലാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നൊക്കെ പറയും. അങ്ങനെ ഏറ്റവും ബെസ്റ്റ് നേഴ്സിനെ ഫോറിനിലേക്ക് അയക്കാനുള്ള ഓഫറാണെന്നൊക്കെ പറയും. ഞാനൊക്കെ കാണുമ്പോൾ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവളത് വേണ്ടാന്ന് പറയും. ഇതൊക്കെ ടിറ്റോ ശ്രദ്ധിക്കുന്നുണ്ടാവും. പിന്നീട് കാണിക്കുന്നത് മിയോണീനെയാണ്. മയോണി ടിറ്റോയും നാനയും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ടാവും. അവർ രണ്ടുപേരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാണുമ്പോൾ അവളിരുന്ന് ചിരിക്കും. എന്നിട്ട് അവൾ അവരുടെ അടുത്ത് പറയും, എൻ്റെ ചേച്ചിക്കും നിങ്ങളിങ്ങനെ ഹാപ്പി ആയിരിക്കണം കാണുമ്പോൾ നല്ല സന്തോഷമാവും. അവളൊരു ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എപ്പോഴും ടിറ്റോ നല്ല ഹാപ്പി ആയിട്ടിരിക്കണമെന്ന്. അങ്ങനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, പക്ഷേ എൻ്റെ ആവശ്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് അവൾ നാനയുടെ അടുത്ത് സോറിയൊക്കെ പറയും. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. ഇയാക്കിയാണെങ്കിൽ പേഷ്യൻസിൻ്റെ കാര്യമൊക്കെ കസുകിയുടെ അടുത്ത് ചോദിക്കും, പക്ഷെ അവൻ അതിനൊരു മറുപടി ഉണ്ടാവില്ല. അപ്പോൾ അവൾ എൻ്റെ കാര്യത്തിന് ഒരു മറുപടിയില്ല, പേഷ്യൻസിൻ്റെ കാര്യത്തിന് ഒരു മറുപടിയില്ല, ഇപ്പോഴെങ്കിലും ഒരു തീരുമാനം എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് സമയം ചോദിക്കുക, എനിക്ക് സമയം വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും അവിടേക്ക് ടിറ്റോ വരും. ടിറ്റോ വന്ന് കസുകിയെ കളിയാക്കും. അങ്ങനെ നിൻ്റെ ആളാരാണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. അപ്പോഴേക്കും ഹെഡ് വന്നിട്ട് ആൻഡ്രി ഡിസ്ചാർജ് ആവാൻ പോവാണെന്നുള്ള കാര്യം പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവും. ആൻഡ്രി അപ്പോൾ ടിറ്റോയുടെ അടുത്ത് ഞാൻ പഠിച്ച് നിങ്ങളെപ്പോലെ വലിയൊരു ഡോക്ടറായിട്ട് തിരിച്ചു വരുന്നൊക്കെ പറയും. അപ്പോൾ ടിറ്റോയ്ക്കും അത് കേൾക്കുമ്പോൾ നല്ല സന്തോഷമാവും. അങ്ങനെ ആൻഡ്രി അവളുടെ വീട്ടിലേക്ക് പോകും. പിന്നെ കാണിക്കുന്നത് നാനയും നഴ്സുമാരെയാണ്. അവളെ ആയിരിക്കും അവർ നല്ല നേഴ്സായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് അവളെ ഫോറിനിലേക്ക് അയച്ച് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എനിക്കതിന് താല്പര്യമില്ല എന്നാണ് പറയുക. ഇതൊക്കെ ടിറ്റോ കേൾക്കും. അവൾക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം അവനറിയാം. അങ്ങനെ ടിറ്റോയും നാനയും കൂടി വീട്ടിൽ വന്ന് ഒരു ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ടിറ്റോയുടെ കണ്ണ് കണ്ടിട്ട് ആ ഗെയിമിൽ നാന തോറ്റുപോകും. അതേപോലെ തന്നെ നാന ടിറ്റോ കളിക്കുന്ന സമയത്ത് അവനെ ഡിസ്റ്റർബ് ചെയ്യും. ആ സമയത്ത് അവനും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യും. നീ എന്നെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരുടെ ഗെയിമൊക്കെ മുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും ക്ലോസ് ആവും. പിന്നീട് നാന കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നാനയുടെ തലയൊക്കെ ടിറ്റോ വേഗം വന്ന് തോർത്തി കൊടുക്കും. നാന ഒരുപാട് ഹാപ്പി ആവും. ഞാനപ്പോൾ ടിൻറ്റോ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് നോക്കി നടത്തല്ലേ, ആ ഡിസിഷൻ എടുക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ഞാൻ എന്തായാലും പോയി ഒരു കൺഗ്രാജുലേഷൻ പറയണമെന്നൊക്കെ പറയും. അപ്പോൾ ടിറ്റോയും എന്നാൽ വേഗം പോയി പറഞ്ഞോ എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ടിറ്റോ അവളെ നന്നായി കയറിയുണ്ടാവും. അങ്ങനെ രാത്രി ഉണ്ടാവും. നാനയാണെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ടിറ്റോ അവളുടെ അടുത്ത് പോയി അവളുടെ മുടിയൊക്കെ ശരിയാക്കി കൊടുക്കും. എന്നിട്ട് അവളെ നോക്കി കുറച്ച് നേരം ഇരിക്കും. പിന്നെ അവൻ പോയി അവളുടെ ഡെസ്ക് നോക്കുമ്പോൾ അതിൽ ആ ഫോറിനിലേക്ക് പോകേണ്ട ബുക്ക് ഇരിക്കുന്നുണ്ടാവും. അത് കാണുമ്പോൾ അവന് വിഷമം തോന്നിയിട്ട് അവളെയും ആ ബുക്ക് മാറി മാറി നോക്കും. അവൻ ഹോസ്പിറ്റലിൽ പോയിട്ടും ആ കാര്യത്തെക്കുറിച്ച് തന്നെ ആയിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. പിന്നീട് കാണിക്കുന്നത് ടിൻറ്റോയാണ്. അവൾ മാനേജ്മെൻറ്റ് ഏറ്റെടുത്ത കാരണം കൊണ്ട് പുതിയ നേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവായിരിക്കും. അപ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിണ്ടാവും. പക്ഷേ അവിടെ പോയി നോക്കുമ്പോൾ അത് നിശ്ചയായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാനാണ് ആ പുതിയ നേഴ്സെന്ന് പറയും. എനിക്കൊരു കാര്യം അറിയൊന്നുമില്ല, എന്നാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ അവളുടെ അടുത്ത് പറയും. അവൾക്ക് അപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവൾ വേഗം പോയി അവനെ ഹഗ് ചെയ്യും. നമ്മളെപ്പോഴും ഒപ്പം തന്നെ ആയിരിക്കും ഇനി എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും സെറ്റാവും. ഇതൊക്കെ മറിഞ്ഞു നിന്ന് ടിറ്റോയുടെ അച്ഛനും കാണണ്ടാവും. ടിറ്റോയുടെ അച്ഛനും ഹാപ്പി ആവും. ഞാനും ടിറ്റോയും കൂടി അവൾ ആദ്യം പോയ ആ പൂച്ചയുടെ അമ്പലല്ലേ അതിൽ പോയിട്ടുണ്ടാവും. അവൾ എന്നിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയും, എനിക്ക് നിന്നെ കിട്ടാൻ കാരണം ഈ അമ്പലമാണെന്നൊക്കെ. അങ്ങനെ അവർ പണ്ട് കണ്ടുമുട്ടിയ അതേ സ്ട്രീറ്റിലേക്ക് തന്നെ എത്തും. അവിടെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഓർമ്മ ഉണ്ടോ എന്ന് പറയും. എൻ്റെ ക്രഷും എൻ്റെ
എൻ്റെ ക്രഷും എൻ്റെ പാഷനും എല്ലാം കിട്ടിയത് എനിക്ക് ഇവിടെ വെച്ചിട്ടാണെന്ന് അവൾ പറയും. എന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിറ്റോ അവളുടെ അടുത്ത് പറയുണ്ടാവും, എന്നാൽ ഇനി നിൻ്റെ ലൈഫിൽ നിനക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി ഇവിടെ വെച്ച് കിട്ടാൻ പോവാണെന്ന്. പക്ഷേ അവൾക്ക് അതെന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അവൻ പറയും, നീ ഒരു വർഷം ഫോറിനിൽ പോയി പഠിക്കണമെന്ന്. അപ്പോൾ അവൾ ഇമോഷണലാവും. ഒരു വർഷം ഫോറിനിൽ പോയി പഠിക്കുക, എനിക്ക് ഒരു ദിവസം പോലും നിങ്ങളെ വിട്ടിരിക്കുന്നത് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ അവൻ വേഗം അവളെ ഹഗ് ചെയ്യും. പക്ഷെ നീ പോയേ പറ്റുള്ളൂ, അത് നിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ നിന്നെ എത്ര കാലം വേണമെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുക. നീ അവിടെ പോയി പഠിച്ച് നല്ലൊരു നേഴ്സായിട്ട് തിരിച്ചു വരണം എന്നൊക്കെ അവൻ അവളുടെ അടുത്ത് പറയും. അവളും അപ്പം അതിന് ഓക്കെ പറയും. നിൻ്റെ കണ്ണെൻ്റെ അടുത്ത് സത്യം പറയുന്നുണ്ട്, നീ പോയേ പറ്റുള്ളൂ എന്നൊക്കെ അവൻ പറയും. നമ്മുടെ റിലേഷന് ഇതുകൊണ്ടൊരു പ്രശ്നം വരില്ല എന്ന് അവൻ അവളുടെ അടുത്ത് പറയും. എന്നിട്ട് അവൻ ആദ്യം ഇട്ട് കൊടുത്ത പോലെ തന്നെ സ്കാർഫ് എടുത്തിട്ട് അവൾക്ക് ഇപ്പോഴും ഇട്ട് കൊടുക്കും. എന്നിട്ട് അവളുടെ തലയിൽ കൈവച്ച് പഴയതുപോലെ തന്നെ തലോടി കൊടുക്കും. പിന്നീട് അവൾ ഓഫീസ് റൂമിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും പറയും, ഞാൻ ഫോറിനിലേക്ക് പോകാൻ റെഡിയാണെന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും അവളെ കൺഗ്രാജുലേറ്റ് ചെയ്യും. നാനയാണെങ്കിൽ നാളെ ആയിരിക്കും പോകണ്ടാവുക. അവൾ നാളെ പോണ കാരണം കൊണ്ട് ഇന്ന് രാത്രി ടിറ്റോയും നാനയും കൂടി ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ടിറ്റോ അതിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് തന്നെ അവനൊരു എമർജൻസി കേസ് ഉണ്ടെന്ന് ഒരു നേഴ്സ് വന്ന് പറയും. അപ്പോൾ ടിറ്റോ നാനയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും. നാനപ്പോൾ ആ മെസ്സേജ് കാണും. അവൾക്കത് കാണുമ്പോൾ വിഷമാവും. അവൾ അവനെ കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തിരിക്കും, അവൻ വരുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമായപ്പോൾ അവൾ പുറത്തിറങ്ങി നടക്കും. അവൾ അങ്ങനെ ആ ക്യാറ്റിൻ്റെ കീ ചെയിനും കൊണ്ട് നടക്കായിരിക്കും. പെട്ടെന്ന് ആ കീ ചെയിൻ താഴെ വീഴും. ആ സമയത്ത് തന്നെ നല്ല മഴയും പെയ്യും. ഇത് അവസാന നിമിഷമായിട്ടും രണ്ടുപേർക്കും ഒപ്പം ഒരു ഡിന്നർ പോലും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നാലോചിച്ച് അവൾ നല്ല വിഷമത്തിലായിരിക്കും. അവൾ അങ്ങനെ കരയുന്നുണ്ടാവും. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് വീണ്ടും കാണാം.